ഹലോ ഗൈസ്, എനിക്ക് 2-3 ദിവസമായിട്ട് പനിയായിരുന്നു. അങ്ങനെ ഇന്നലെ പോയി മരുന്നൊക്കെ വാങ്ങി എന്നിട്ട് കുറവുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞ് നീ പയർ നട്ടാക്കത്തോണിക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പം നോക്കിയപ്പോഴത്തേക്ക് എല്ലാം പിച്ചുന്ന പരുവായി. എനിക്ക് പോയി പിച്ചിട്ട് വരാം. പയർ ഇത്തിരി പൊക്കത്തിലായിരുന്നു വെച്ചത്, എന്നാലും ഇപ്പോഴ് മഴ പെയ്തപ്പോൾ താന്നു പോയതാണ്ട് പയറൊക്കെ തോനെയും പിടിച്ച്. ആദ്യത്തെ നമ്മൾ വീഡിയോ എടുത്തതിൽ കുറച്ച് പയറൊക്കെ ഉള്ളായിരുന്നു. ഇപ്പം ഇഷ്ടംപോലെ പയറുണ്ട്. കണ്ടേ, കണ്ടോ? ഒരുപാട് പയർ പിടിച്ച്. ഒരുപാട് പയറൊക്കെ പിടിച്ചിട്ടില്ല. ഇത്തവണ തോനെയും പയറുണ്ട്. നേരത്തെ വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചില്ലായിരുന്നോ, കുറച്ച് പയറേ ഉള്ളായിരുന്നു. തന്നെ വെണ്ടയൊക്കെ തന്നെ വലുതായിട്ടിരിക്കുന്നു. നേരത്തെ വീഡിയോയിനകത്ത് വെണ്ട മൂന്നെണ്ണം ഉണ്ട് ഉള്ളായിരുന്നു. ആദ്യം പിടിച്ച സമയത്ത് തോനെ വെണ്ട ഉണ്ടായിരുന്നു. ഞാൻ വെണ്ടയും പയറൊക്കെ ഞാൻ പിച്ചാൻ പോവുകയാണ്. ഈ വെണ്ട മുറ്റിപ്പോയി. അപ്പോഴത്തേക്ക് വിത്തിനെടുക്കാൻ ചേട്ടൻ പറഞ്ഞായിരുന്നു, ഏതെങ്കിലും ഒന്ന് മുറ്റയാണെങ്കിൽ നമുക്ക് വിത്തിനെടുക്കാമെന്ന് വിചാരിച്ച് പാവാൻ വേണ്ടിയാണ്. അപ്പോഴത്തേക്ക് ഇത് മുറ്റി, അപ്പോൾ അത് വിത്തിനെടുക്കാം. ബാക്കിയൊക്കെ പിച്ചാം. പയറിൻ്റെ പൂവിൽ പണ്ടതോ തേൻ കുടിക്കുന്നുണ്ട്. പറഞ്ഞുപോയി. വിളഞ്ഞ പയർ നോക്കി ഇങ്ങനെ പിച്ചെടുക്കാം. ഇനി കാണിച്ചു തരാമേ. അപ്പോൾ ഇത്രയാണ് ഇന്ന് കിട്ടിയ വിളവ് പയർ. ഇനിയുണ്ട് പയർ, പക്ഷേ ഇതൊക്കെ ഇത്തിരി വളർത്തി കൂടെ ആവാനുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത്രയും പയർ കിട്ടിയ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു കൊച്ചിന് അംഗൻവാടിയിൽ കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു പയറേ. അതങ്ങ് പിച്ചിയാലേ അംഗൻവാടിയിലോട്ട് പയർ എവിടെ കൊണ്ടുപോകണം? അംഗൻവാടി കൊണ്ടുപോകണം. പയർ അമ്മയ്ക്കൂടെ തരുമോ? മക്കളത് വെച്ചോ, കയ്യിൽ വെച്ചേ. ഇത്രയല്ല എൻ്റെ വീഡിയോ.